ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിൻ്റെ സൂപ്പർ താരമായ റാഫീഞ്ഞ ഇതുവരെ പരിക്കിൻ്റെ പിടിയിലായിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇന്നലെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് റാഫീഞ്ഞ ഇപ്പോൾ പരിക്കിൽ നിന്ന് മുക്തനായിട്ടുണ്ട്. നേരത്തെ വ്യക്തിഗത ട്രെയിനിങ് അദ്ദേഹം ആരംഭിച്ചിരുന്നു. ഇന്നലെയാണ് ഗ്രൂപ്പിനോടൊപ്പം അദ്ദേഹം ട്രെയിനിങ് നടത്തിയിട്ടുള്ളത്, ഗ്രൂപ്പിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. അത് ശുഭകരമായ ഒരു കാര്യമാണ്. പരിക്കിൽ നിന്നും പൂർണ്ണമായും മുക്തനാവാൻ റാഫീഞ്ഞയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നാളെ നടക്കുന്ന നോർവേക്കെതിരെയുള്ള മത്സരത്തിൽ റാഫീഞ്ഞ കളിക്കില്ല എന്നാണ് ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ ബ്രസീൽ അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടുകയാണെങ്കിൽ ക്വാർട്ടർ ഫൈനൽ മത്സരം കളിക്കാൻ റാഫീഞ്ഞ തിരിച്ചെത്തും എന്നാണ് ഇപ്പോൾ ക്യാമ്പ് വിശ്വസിക്കുന്നത് എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും റാഫീഞ്ഞ ഇപ്പോൾ പരിക്കിൽ നിന്ന് മുക്തനായി കൊണ്ടിരിക്കുകയാണ്. ടീമിനോടൊപ്പം അദ്ദേഹം ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി റയാന്റെ കാര്യത്തിൽ കൂടി ഒരു അപ്ഡേറ്റ് നൽകേണ്ടതുണ്ട്. അതായത് കഴിഞ്ഞ ദിവസത്തെ ട്രെയിനിങ് സെഷനിൽ റയാൻ പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹത്തിന് വിശ്രമം നൽകിയിരുന്നു. മസിൽ ഫാറ്റിങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്, ലോഡ് മാനേജ്മെന്റ് ആണ്. അദ്ദേഹം ഇന്നലത്തെ ട്രെയിനിങ് സെഷനിൽ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. റയാന് പരിക്കിന്റെ പ്രശ്നങ്ങൾ ഒന്നുമില്ല. തുടർച്ചയായി കളിക്കുന്നത് കൊണ്ടുള്ള ഒരു വിശ്രമം മാത്രമാണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത്. അദ്ദേഹം നാളത്തെ മത്സരത്തിന്റെ സ്റ്റാർട്ടിംഗ് 11-ൽ ഉണ്ടാകും. റാഫീഞ്ഞയുടെ പൊസിഷനിലാണ് റയാൻ സ്റ്റാർട്ട് ചെയ്യുക. ഇവിടെ മാറ്റങ്ങൾ ഒന്നും സംഭവിക്കില്ല. നോർവേക്കെതിരെയുള്ള മത്സരത്തിൽ റയാൻ ഉണ്ടാകും എന്നുള്ളതാണ്. റയാൻ മികച്ച രൂപത്തിൽ ഇപ്പോൾ ടീമിനെ സഹായിക്കുന്നുണ്ട്. മുന്നേറ്റ നിരയിലും പ്രതിരോധ നിരയിലും ഒരുപോലെ ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ റയാന് സാധിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും റാഫീഞ്ഞ ഇനി ലൈനപ്പിലേക്ക് മടങ്ങി എത്തുമ്പോൾ റയാൻ ആയിരിക്കും സ്ഥാനം നഷ്ടമാവുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.